ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഒരു പേപ്പർ ക്യാരി ബാഗ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ സാധാരണ പേപ്പർ ക്യാരി ബാഗ് അല്ല, ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ്. ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണിത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അധികം ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല, മേക്ക് ചെയ്ത് കണ്ടിട്ടില്ല. ഇത് കോമൺലി മെഷീനറി ഒക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഈ ബാഗ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് മേക്കിങ്ങിലേക്ക് പോകാം. ഞാൻ ഇതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ഷീറ്റ്. നമുക്ക് ഓരോ ബാഗിനും നമുക്ക് ആവശ്യമുള്ള അളവിനനുസരിച്ച് എടുക്കാം. ഈ അളവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെയും പേപ്പർ ബാഗ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ബാഗ് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കാണിക്കാം. ആദ്യം തന്നെ നമ്മൾ ഇത് നേരെ ഇങ്ങനെ അങ്ങ് മടക്കുവാണേ. നേരെ ഹാഫായിട്ട് മടക്കുന്നു. ഇങ്ങനെ മടക്കുമ്പം നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മടക്കണമെന്നില്ല. ഈ രണ്ടറ്റവും ഈ നടുക്ക് വശം നമ്മളൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, മിഡിൽ പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒന്ന് മടക്കിയാൽ മതിയേ. ഓക്കെ, ഇത് ഇനി നോർക്കുവാണേ. ഇനി ഈ രണ്ട് വശവും ഈ മിഡിൽ പോർഷൻ്റെ അവിടെ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മടക്കണം. ഇപ്പുറത്തോന്നും കുറച്ച് കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ നല്ലതാണേ. നമ്മൾ സാധാരണ പേപ്പർ ബാഗിന് ഉപയോഗിക്കുന്ന GSM ഒക്കെ ഉണ്ടല്ലോ, അത് എത്ര GSM ആണ് നോർമൽ പേപ്പർ ബാഗിന് എടുക്കുന്നതെന്നൊക്കെ മുമ്പ് പല വീഡിയോസിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി, അപ്പൊ മനസ്സിലാവും. അപ്പൊ അതിനേക്കാട്ടിലും കുറച്ചും കൂടി GSM കൂടിയ പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ മടക്കി. ഇനി നമ്മൾ ഇതൊന്ന് നിവർത്തുക. എന്നിട്ട് ഇത് തിരിച്ചു വെച്ച് വീണ്ടും ഇങ്ങനെ മടക്കുക തിരിച്ച്. അതും മിഡിൽ പോർഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ അളവ് പിടിച്ച് മടക്കണേ. ഓക്കെ, ഇവിടെ എല്ലാം കറക്റ്റ് ആ മാർക്കിങ് വീഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ലത് ഡ്യൂപ്ലെക്സ് ബോർഡ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കുമേ. ഡ്യൂപ്ലെക്സ് ബോർഡ് എന്താണെന്നും ഏതൊക്കെ മെറ്റീരിയൽസിന്റെ പേരുകളും ഒക്കെ പഴയ വീഡിയോസിലുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ ശരിക്കും ബാഗിന്റെ ഗസറ്റ് എടുക്കാൻ പോവാണ്. അപ്പൊ ഗസറ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് വിഡ്ത്ത്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു മടക്ക് ഇത് കണ്ടോ, ഓൾറെഡി നമ്മൾ ഇങ്ങനെ രണ്ടാമത്തെ മടക്ക് ഇങ്ങനെ മടക്കി. ഇനി ഈ ഒരു മടക്ക്, ഇവിടെയാണ് നമ്മൾ ആ ഗസറ്റ് തീരുമാനിക്കുന്നത്. ഇതിപ്പോ ഒരു 2 ഇഞ്ചാണ് നിങ്ങൾ മടക്കുന്നതെങ്കിൽ ടോട്ടൽ 4 ഇഞ്ച് ഗസറ്റ് കിട്ടും, സൈഡ് വിഡ്ത്ത് കിട്ടും. സാധാരണ ബാഗ് പോലെയേ അല്ല, വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഭയങ്കര സിമ്പിളും ആണ്. ഇപ്പൊ ഇങ്ങനെ മടക്കി കണ്ടോ, ഈ വീതി വെച്ചിട്ടാണ്, അതിന്റെ ഡബിൾ ആയിരിക്കും നമുക്ക് വിഡ്ത്ത് കിട്ടുന്നത്. അത് നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇത് നേരെ ഇങ്ങനെ വെച്ച് നമ്മൾ ഇത് അകത്തോട്ടൊന്ന് മടക്കുക. ഇത് ബാഗിന്റെ ഏത് സൈഡാണോ നമ്മൾ വെളിയിൽ വരേണ്ടത് ആ ഭാഗം അകത്തേക്ക് മടക്കിക്കൊണ്ട് ഇപ്പൊ നമ്മൾ മടക്കിയ പോർഷൻ ഈ വരയിലൂടെ തിരിച്ചു മടക്കുക. കണ്ടോ, ഇങ്ങനെ ഈ സൈഡിൽ നിന്നും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെയാ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഗസറ്റ് പോർഷൻ വരുന്നത്. അത് എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങൾ ഫുൾ ബാഗ് മേക്ക് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇത്രയും ചെയ്യാം. അപ്പൊ നമ്മുടെ പേപ്പർ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ തന്നെ വെച്ചോണ്ട് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ മടക്കണം. കണ്ടോ, ഇവിടെ ഒരു വരയുണ്ട്, അതിൽ കറക്റ്റ് ആയിട്ട് വെച്ച് ലെവൽ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം. ഈ സൈഡും അതേപോലെ തന്നെ മടക്കണം. അവിടെ നമ്മൾ മാർക്കിങ് വീഴ്ചു. ഇനി നേരെ നിവർക്കുക, ഫുൾ അങ്ങ് നിവർക്കുക കേട്ടോ. അപ്പൊ കണ്ടോ, ഇവിടെ എല്ലാം ഓരോ മാർക്ക് വീണിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഓൾറെഡി ഇത് കണ്ടോ, ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പൊ ഇത്രയും പോർഷൻ ഒരു W പോലെ അല്ലെങ്കിൽ ഒരു M പോലെ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇത്രയും പോർഷൻ വിട്ടിട്ട് ബാക്കി നമ്മൾ പശ തേച്ച് ഒട്ടിക്കുവാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പശ തേച്ച് ഒട്ടിക്കാം. പശ തേക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ലെവല് ഉണ്ട്, ഇവിടെ ഒരു
നിങ്ങൾക്കത് കാണാൻ പറ്റും ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ. അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ, ഇത്രയും പോർഷനാണ് നമ്മൾ പശ തേക്കുന്നത്. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഫെവിക്കോൾ ആണ്. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഫെവിക്കോൾ അല്ല. പേപ്പർ ബാഗ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പശയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ മുമ്പും പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. കോണ്ടാക്ട് ചെയ്താൽ മതി. ഇത്രയും പോർഷൻ മാത്രം നമ്മൾ പശ തേക്കുന്നു. ഈ സൈഡിലും അതേപോലെ തന്നെ ഈ ഒരു ലൈൻ കറക്റ്റ് ആയിട്ട് നിൽക്കട്ടെ. ഇനി ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് മടക്കി ഒട്ടിക്കാം. അകത്തോട്ട് ഇങ്ങനെ മടക്കുന്നു. നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും പോർഷൻ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് ഒട്ടിക്കാം. ഇതേപോലെ തന്നെ ഈ സൈഡ് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ജ്വല്ലറി ബോക്സ് ആയിട്ടോ കേക്ക് ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളി ട്രെൻഡിങ് ബാഗാണ്. നമ്മൾ പല രീതിയിലുള്ള ഗിഫ്റ്റ് പേപ്പർ പോലെയൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മേലിൽ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പേപ്പർ സെലക്ട് ചെയ്യുമ്പോഴും പശ സെലക്ട് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ ഇടയ്ക്കത്തെ പോർഷനൊക്കെ അധികം പശ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് ഒട്ടുന്ന രീതിയിൽ ദൈവിടും. ഈ 2 ലൈൻ കറക്റ്റായിട്ട് തേക്കണേ. ഈ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടണം. ഈ ഒരു സൈഡ് ഇവിടെയൊക്കെ നന്നായിട്ട് ഒട്ടണം. ഈ നടുക്കുവശത്ത് പശയിലും വലിയ കുഴപ്പമില്ല. ഓക്കെ. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പോലെ തന്നെ ഇങ്ങോട്ട് മടക്കി ഒട്ടിക്കുക. ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുവേ. പക്ഷെ ചെയ്തു വരുമ്പോഴത്തേക്കും ഭയങ്കര ഈസിയാണ്. ഇനി ഇത് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഇപ്പം നമ്മൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി മേലിൽ എപ്പോഴും വെയിറ്റ് വെക്കണം. നമ്മൾ അന്നേരമാണ് ഇത് കൃത്യമായിട്ട് ഒട്ടുക. ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണേ. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഈ ഒരു മടക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് അവിടെ കൃത്യമായിട്ടിരിക്കും. ഈ സൈഡും അതേപോലെ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു മടക്കുള്ളത് കൊണ്ട് ഇതിങ്ങനെ വരും. കണ്ടോ? നേരെ തിരിച്ചും ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് വെച്ചേക്കുക കേട്ടോ. കൃത്യമായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ. ഇനി നമ്മൾ നിവർത്തി കഴിഞ്ഞാലും കണ്ടോ നമ്മുടെ ബാഗ് റെഡി. ഇതൊരു പ്രീമിയം ലുക്ക് ബാഗാണ്. കണ്ടോ അടിപൊളിയായിട്ട് അത് വന്നിട്ടുണ്ട്. സൂപ്പർ ലുക്കിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഹാൻഡിലും കൂടെ പിടിപ്പിച്ചിട്ട് നോക്കാം. നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കാം. ഹാൻഡിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പേപ്പർ ഹാൻഡിൽ ഒട്ടിക്കാം ഇവിടെ, അതല്ലെങ്കിൽ മറ്റേ ഡൈ കട്ട് ചെയ്യാം. പല രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ നമ്മുടെ ഹാൻഡിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഹാൻഡിലും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്യുവാണ്. കണ്ടോ? ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പറിൽ ചെയ്യുക. അല്ലെങ്കിൽ ഈ പേപ്പറിൽ തന്നെ ആണെങ്കിൽ പോലും, നമ്മുടെ സാധാ ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പർ ആണെങ്കിൽ പോലും ഒരു ബ്ലാക്ക് പ്രിന്റ് ലോഗോ, ഏത് കസ്റ്റമർക്കാണോ നമ്മൾ കൊടുക്കുന്ന അവരുടെ ഒരു ലോഗോ പ്രിന്റും കാര്യങ്ങളൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ അടിപൊളിയായിട്ട് വരും. സിമ്പിൾ ആയിട്ട് ഈസി മെത്തേഡിൽ ചെയ്യാം. പ്രീമിയം ലുക്കിൽ കിട്ടും. ഇത് കണ്ടോ, ഇത്രയും സ്പേസ് ഉണ്ട് ബാഗിനകത്ത്. നമുക്ക് ഇതിനകത്ത് ബോക്സ് പോലെ ഇറക്കി വെക്കാം. ഇതിനിപ്പം നമുക്ക് കേക്ക് ബാഗ് ആയിട്ടോ അല്ലെങ്കിൽ ജ്വല്ലറി ബോക്സ് വെക്കാനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രീമിയം ലുക്കിൽ ഗിഫ്റ്റ് ബാഗ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇനി നോർമൽ ബേക്കറി ഐറ്റംസ്, അതിനൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇത്തരം ബാഗിന്. സാധാരണ മോഡലിലുള്ള ബാഗ്സ് ഒക്കെ കണ്ട് നമ്മൾ മടുത്തിരിക്കുക അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള പ്രീമിയം ലുക്കിലുള്ള നല്ല ഹൈ ക്വാളിറ്റി ബാഗ്സ് നമുക്ക് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ നാട്ടിൽ അധികം വന്നിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തോളൂ. അടിപൊളിയായിട്ടൊന്ന് ചെന്ന് കാണിക്കുക, കസ്റ്റമേഴ്സിനെ സാമ്പിൾസ് ഒക്കെ കാണിക്കുക. അല്ലെങ്കിൽ ഓൺലൈനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ കുറച്ച് അടിപൊളി ബാഗ്സ് ഒക്കെ ഉണ്ടാക്കി ഫോട്ടോസ് ഒക്കെ ഇടുക, ഓർഡേഴ്സ് എടുക്കുക, സെയിൽ ചെയ്യുക. ഓക്കെ.
അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഈ പേപ്പർ ബാഗ് മേക്കിങ്ങിനെ പറ്റി നിങ്ങൾക്ക് അറിയണം, കൃത്യമായിട്ട് അതിന്റെ എന്താ കോച്ചിങ് എടുത്ത് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ട്രെയിനിങ് എടുത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം ഒരു ബിസിനസ് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതേപോലെ നമ്മളൊരു വൈറ്റ് ബാഗിന്റെ ചെയ്തതാണേ, കണ്ടോ, എന്താ ഈ ഒരു ലുക്കിൽ വരും. ഡ്യൂപ്ലെക്സ് ബോഡി ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്കത് കിട്ടും. സിമ്പിൾ ആണ്, ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ഇങ്ങനെ വെച്ച് അങ്ങ് പാക്ക് ചെയ്ത് കൊടുക്കാനും എളുപ്പമാണ്, കസ്റ്റമേഴ്സിനും എളുപ്പമാണ്. ഇത് അവിടെ ഇവിടെ ഒന്നും ഫോൾഡിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി, ബാഗ് റെഡിയാണ്. കണ്ടോ, സിമ്പിൾ ബട്ട് ബ്യൂട്ടിഫുൾ. നമുക്കിപ്പം ഓണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഈ ബാഗ് യൂസ് ചെയ്യാം അല്ലേ. ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് ഇതേപോലെ വെച്ചു ഇങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ ലുക്കാ, വാവ്, അടിപൊളി, സൂപ്പറായിട്ട് നമുക്ക് ഇതേപോലെ ഈ ബാഗ് ഗിഫ്റ്റ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്ത് പ്രോഡക്ട്സ് വേണേലും വെക്കാം. ഞാനൊരു കപ്പ് വെച്ച് കാണിക്കാം, നന്നായിട്ട് വെയിറ്റ് താങ്ങും കേട്ടോ. ഇത് ഓരോ ബാഗും ഇതിന്റെ പല ഡിഫറെന്റ് സൈസിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സൈസ് എടുത്ത് എന്ത് പ്രോഡക്റ്റ് ആണോ വെക്കേണ്ടത് അതിനനുസരിച്ചുള്ള സൈസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ചെറുതും വലുതുമായിട്ടുള്ള ബാഗ്സ് ഉണ്ടാക്കാം, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിൽ ചെയ്യാം. അപ്പോൾ പ്രിന്റിങ്ങും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ട്രെയിനിങ്ങിൽ എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും.